ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു JM ജേണി. എനിക്ക് തോന്നുന്നു കുറേ കാലത്തിന് ശേഷം ഇത്ര അധികം മെസ്സേജസ്, അത് വാൾട്ടർ വന്നു എന്ന് പറഞ്ഞിട്ട് ഇത്ര അധികം മെസ്സേജസ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് എനിക്ക് വരുന്നത് തോന്നുന്നു. അത്ര അധികം മെസ്സേജസ് എനിക്ക് വന്നിട്ടുള്ളത്. പേഴ്സണലി വിളിച്ച് പറഞ്ഞിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അതുപോലെ ഈ ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി കുറെ മെസ്സേജ് വന്നിട്ട്, വാട്സപ്പിൽ കുറെ ആൾക്കാർ മെസ്സേജ്, നീ എന്താ ചെയ്യാത്തത് ചോദിച്ചിട്ട്. എനിക്ക് സത്യം പറഞ്ഞത് ഓർമ്മയില്ലായിരുന്നു. നല്ലത് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അറിയില്ലല്ലോ. ബെൻസ് ക്യാരക്ടർ പ്രൊമോ, രാഘവ ലോറൻസ്, നിവിൻ പോളി, ലോകേഷ് കനകരാജ്, അങ്ങനെ കുറെ ആൾക്കാർ. എന്തായാലും 2 മണിക്കൂർ കൊണ്ട് 5,22,000 ലൈക്കാണ് വന്നിട്ടുള്ളത്. തിങ്ക് മ്യൂസിക് എന്തായാലും കോപ്പറേറ്റ് കിട്ടും. എന്നാലും വേണ്ടില്ല, നമുക്ക് കണ്ടു നോക്കാം ആരാണ് ഈ വാൾട്ടർ, എന്താണ് ഈ വാൾട്ടർ. നിവിൻ പോളി ആസ് വാൾട്ടർ. ലെറ്റ്സ് വാച്ച്. റെഡി. Oh! എന്താമോ ഇതെന്താ? തോറോ എന്റെ പൊന്നോ. இப்ப சொல்ல அவன் பெயர் என்ன சொன்ன? பேரு BENS பென்ஸ். SL Z. இந்த ABCDல கடைசியா ஒரு 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 இது வரும்ல, கோடு போட்ட மாதிரி. ஈசாட், BEN அந்த ஹெல்மெட்டுக்குள்ள இருக்கவ தலே சுமாட்ட வெட்டுற மாதிரி கசக்கன்னு வெட்டி கொல்ல போறது யாரு? Say my name. Oh man. വാൾട്ടർ. എന്താമോ മാസല്ലേ മച്ചാനെ. Dirty mind, beautiful heart, deadly combination. Love you, Walter. മ്യൂസിക് എന്താണ് ചെയ്തേ? ഭാഗ്യരാജ് കനകരാജ്. സേ മൈ നെയിം. ഡബിളോ? അവിടെയും കണ്ടു, ഇവിടെയും കണ്ടു. കുമ്പിടി എന്താ സാധനം അല്ലേ? ആൻഡ് ആദ്യമേ പറയുന്നത് ലോകേഷിന്റെ വിഷൻ. കാരണം ഒരാളും ഒരു തരത്തിലും ഇപ്പൊ നമ്മള് നിവിൻ പോളിന് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഒരിക്കലും നമ്മുടെ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ വിചാരിക്കുന്ന ആളുകളെയാണ് ഇമ്മാതിരി കൊണ്ടുവരുന്നത്. ഇപ്പോ റോളക്സ് എന്ന് പറയുന്ന കഥാപാത്രം, ഓക്കെ, നടിപ്പിൻ നായകൻ ഏത് ക്യാരക്ടറും ചെയ്യാം. പക്ഷെ ഞാൻ പേഴ്സണലി വിചാരിച്ചിട്ടില്ല അത്തരം വിക്രം എന്ന് പറഞ്ഞ സിനിമയിലുള്ള അങ്ങനെ ഒരു എൻട്രി വില്ലന്റെ ആ ചീരിയും പല്ലമ്മയ്ക്ക് എന്തൊക്കെയാണ് ഇവന്റെ ഐറ്റാണിത്. ആൻഡ് ഇത് റോളക്സുമായിട്ട് സാമ്യമുള്ള കുറെ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് റോളക്സ് ഈസ് വേറെ ലെവൽ. പക്ഷെ അതിനോട് ഓൾമോസ്റ്റ് ഈക്വൽ നിൽക്കുന്ന രീതിയിൽ നിവിൻ പോളി വെച്ച് ഇങ്ങനെ ഒരു സാധനം എന്താണല്ലേ. മ്യൂസിക് ഒരു രക്ഷയില്ല. ഗ്ലൂളു സാധനം വരുന്നതാണെങ്കിലും തുടക്കം ആ എന്തിനോ അടിച്ചു കൊല്ലുന്ന സാധനം, ആ മ്യൂസിക്കും സൗണ്ട് മിക്സ് ഒക്കെ ഓഫ്കോഴ്സ് അദ്ദേഹത്തിന്റെ സിനിമയിൽ എല്ലാത്തിലും കിടലായിട്ട് വരാറുണ്ട്. ആൻഡ് ആ പട്ടിന്റെ ആ കൊരയും മ്യൂസിക്കും അത് കഴിഞ്ഞ് ഡബിള്
ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് മനസ്സിലാവുന്നത് എന്താ സാധനം അല്ലേ. ആൻഡ് അവിടെ ഒരു പ്രതിമയില് സാരി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ ഇയാളൊരു ലേഡി ടൈപ്പ് അങ്ങനത്തെ ഒരു സംഭവം കൂടി ഉള്ള കുറച്ചൊരു എന്താ പറയുക ഫെമിൻ ടൈപ്പ് ഒരു സാധനമുള്ള ആളാണോ എന്നുള്ള ഡൗട്ടും കൂടെ ഉണ്ട്. ഞാൻ കയ്യിലെന്നാക്കും കാര്യം ഇങ്ങനെ നിൽക്കുന്ന സാധനം ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ പറഞ്ഞു അങ്ങനത്തെ ഒരു സാധനം കൂടി ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഈ പെൺവേഷം കിട്ടിയുള്ള എന്തെങ്കിലും പരിപാടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ രണ്ട് കഥാപാത്രങ്ങൾ ഏതെങ്കിലും ഒരാൾ അങ്ങനെ ഉണ്ടോന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോ രണ്ട് കഥാപാത്രങ്ങൾ ഇല്ലേ, പ്രസന്റ് ചെയ്യാൻ വേണ്ടി വെറുതെ ചെയ്തതാണോ എനിക്ക് അറിയില്ല. എന്താണ് ലോകേഷ് കഥ ചെയ്ത് വെച്ചിരിക്കുന്നത് പുള്ളിക്കാരൻ തന്നെ അറിയുള്ളൂ. ആൻഡ് എനിക്ക് ഈ വാക്ക് പറയാതെ വയ്യ, ഗംഭീരമായിട്ടുള്ള പ്രസന്റേഷൻ, അതിൽ ഒന്നും പറയാനില്ല. എന്ത് കിടലിനായിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ഓരോ കഥാപാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ LCUലുള്ള ഓരോ കഥാപാത്രം അല്ലെങ്കിൽ ലോകേഷ് കനകരാജ് എന്ന് പറഞ്ഞ ഡയറക്ടറുടെ ഓരോ കഥാപാത്രം എടുത്താൽ ഓരോ ആൾക്കും കറക്റ്റ് ആയിട്ടുള്ള ആർക്ക് ഉണ്ട്. വെറുതെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഒരു കഥാപാത്രം എവിടെയില്ല. എല്ലാ ആളുകൾക്കും നല്ല ഡെപ്ത് ഉള്ള ഓരോ രീതിയിൽ മാനറിസം ഉള്ള അവരുടെ പ്രസന്റേഷൻ ഭയങ്കര രസമായിട്ട് വരുന്ന രീതിയിലുള്ള ഒരു സാധനം. ഇവിടെ ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത് നിവിൻ പോളിനെ പോലെ ഒരാളെ ഇങ്ങനൊരു വിഷൻ, ഇയാളെ ഇത്തരം ഒരു കഥാപാത്രം ഭയങ്കര മാരകമായിട്ടുള്ള ക്രൂവലായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് കൊണ്ടുവരാമെന്ന് ചിന്തിച്ചിടത്ത് ഡയറക്ടറുടെ മൈൻഡ് എത്ര വലുതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവാൻ കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3-4 പടങ്ങൾ വെച്ചുകൊണ്ട് മാത്രം വൺ ഓഫ് ദ മോസ്റ്റ് വാണ്ടഡ് ഡയറക്ടറായിട്ട് ലോകേഷ് മാറില്ലല്ലോ. അത് ഓഫ്കോഴ്സ് അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ആൻഡ് കുറെ ആളുകളോട് പറഞ്ഞു റോളക്സ് മാറി നിൽക്കുന്നു. എനിക്ക് റോളക്സ് എന്ന് പറഞ്ഞ കഥാപാത്രം സത്യത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. റോളക്സിനെ മാറ്റി നിർത്തിയ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആസ് എ മലയാളി ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട്. റോളക്സിനോട് ഓൾമോസ്റ്റ് ഈക്വൽ എന്ന് പറയുന്ന രീതിയിൽ തന്നെയുള്ള സാധനമാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ റോളക്സ് 5 മിനിറ്റിൽ വന്ന് കാണിച്ചിട്ടുള്ള സാധനം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിനാണ് നമ്മൾ ഇമാതിരി പറച്ചിൽ. ഇപ്പോഴും വൺ ഓഫ് ദ ബെസ്റ്റ് വില്ലൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോളക്സ് എന്ന് നമ്മൾ പറയുന്നത് വെറും 5 അല്ലെങ്കിൽ 7 മിനിറ്റ് എനിക്ക് തോന്നുന്നത് അതിലാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ റോളക്സിനെ സത്യത്തിൽ ഒരു സിനിമയിൽ മൊത്തം കാണിച്ചാൽ ഇല്ലെങ്കിൽ ഒരു വില്ലനായിട്ടെങ്കിലും ഒരു 3-1 മര്യാദയ്ക്ക് കാണിച്ചു കഴിഞ്ഞാൽ റോളക്സ് എന്തായാലും കാണിച്ചു കൂട്ടുക എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ വോൾട്ടറിനെയും ശരി കണ്ടിട്ടില്ല. വോൾട്ടറും വന്നിട്ട് വേണം. ഈ വോൾട്ടർ രാജ എന്നൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട്, അങ്ങനത്തെ ഏതും കഥാപാത്രമാണെന്നും അറിയില്ല. അപ്പൊ എന്തായാലും വോൾട്ടറിനെ നമ്മൾ കണ്ടിട്ടില്ല, രണ്ടും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബട്ട് ഒന്നിന് മുകളിൽ എന്ന രീതിയിൽ ഞാൻ കാണുന്നില്ല. റോളക്സിനെ പോലെ ഇനി ആര് എന്ന ചോദ്യത്തിന് ഓക്കെ വോൾട്ടർ വന്നിട്ടുണ്ട് മോനെ എന്ന് പറയാൻ പറ്റും ഇപ്പോ നിലവിൽ. പക്ഷെ അത് അത്രമാത്രം ആയിട്ടുണ്ടോ, അതിന് മുകളിൽ പോകുന്നൊക്കെ ഉള്ളത് ആ ക്യാരക്ടർ കണ്ടിട്ട് വേണം നമ്മൾ പറയാൻ. ആൻഡ് ഒരു കാര്യം ഉറപ്പാണ്, ബെൻസ് എന്ന് പറയുന്നത് നമ്മുടെ നായകന്റെ പേരിൽ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കേട്ടിരുന്നെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ പ്രൊമോഷൻ ഇതിന് വരാൻ പോകുന്നത് വോൾട്ടർ ആയിരിക്കും. ഇതിന് മുകളിൽ ഒരു പ്രൊമോഷൻ ഇല്ല. ലോകേഷ് കൊണ്ട് പറയാൻ പറ്റില്ല, പലതും മൂപ്പരെന്താ കാണിച്ചു വെച്ചിരിക്കുന്നത് നമുക്കറിയില്ല. ബട്ട് ഇതുവരെയുള്ളതിൽ ഉറപ്പിച്ച് പറയാൻ പറ്റും ഇതാണ് ഏറ്റവും വലിയ പ്രൊമോഷൻ. ഈ ഒരു ഒറ്റ സാധനം, ഈ വോൾട്ടറിന്റെ ഈ ഒരു ഒറ്റ പ്രൊമോ മതി പടത്തിന് ആൾ ഒഴുകും ഇങ്ങനെ ഒഴുകും. സോ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. ഇത് ഒരു രക്ഷയില്ലാത്തൊരു സിനിമയാണെന്നാണ് തോന്നുന്നത്. ലോകേഷിന്റെ സ്ഥിരം പരിപാടി ആണെങ്കിൽ പോലും നമ്മളെ ഞെട്ടികളെ എല്ലാം പുള്ളി ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അവൻ ഓഫ് കോഴ്സ് കാത്തിരിക്കുന്നത് നിവിൻ പോളിന്റെ വോട്ടറുടെ അഴിഞ്ഞാട്ടത്തിനാണ്. ഇത് കത്തും അല്ലെങ്കിൽ കത്തിക്കും.